എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ആദ്യമായിട്ട് എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരാണ്. ഇന്നാണ് ദീപാവലി മുഹൂർത്ത വ്യാപാരം. ഉച്ചതിരിഞ്ഞ് 1:45 മുതൽ 2:45 വരെയാണ്. മുൻ വർഷങ്ങളിൽ ഇത് വൈകുന്നേരം ആയിരുന്നു, 6 മണിക്കും 7 മണിക്കും ഇടയിലായിരുന്നു. 1957 ശേഷം ആദ്യമായിട്ടാണ് ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിൻ്റെ ടൈമിങ്ങിൽ മാറ്റം വരുന്നത്. അടുത്ത വർഷങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ടൈമിംഗ് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഗ്ലോബൽ മാർക്കറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം യൂറോപ്യൻ മാർക്കറ്റ് ഇൻഡെക്സുകളും ബെറ്റർ ആയിരുന്നു. ഏഷ്യയിലും ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ ബെറ്റർ ആയിരുന്നു. അമേരിക്കയിലെ ആപ്പിൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.9 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റിസർച്ച് ഹൗസസ് ആപ്പിളിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $262.25 പെർ ഷെയറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിവൈസ്ഡ് അപ്പർ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് $315 പെർ ഷെയർ തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് ആപ്പിളിനെ സംബന്ധിച്ച്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോഴും $3.9 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ആപ്പിൾ വീണ്ടും മുന്നേറുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ ക്രോസ് ചെയ്യും. തീർച്ചയായിട്ടും സെക്കൻഡ് കമ്പനി ആവുകയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ 4 ട്രില്യൺ ക്രോസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികൾ മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ ആൽഫബറ്റൊക്കെയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.84 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ ആൽഫബറ്റ് $3.11 ട്രില്യൺ ആണ്. ഇന്നലെയും ആൽഫബറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള Q3 റിസൾട്ടുകളിൽ 85% റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ നെറ്റ്ഫ്ലിക്സ്, IBM, ടെസ്ല ഇത്തരത്തിലുള്ള കമ്പനികളുടെ റിസൾട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം അമേരിക്കയിൽ റിസർച്ച് ഹൗസസ് എല്ലാം തന്നെ അമേരിക്കൻ ബാങ്കുകളെയൊക്കെ ഡൗൺഗ്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപ്വേർഡ് റിവിഷൻ കൊടുത്തിരിക്കുന്ന യൂറോപ്യൻ ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഏഷ്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ എമർജിംഗ് മാർക്കറ്റുകളിൽ നിന്നുള്ള ബാങ്കുകൾക്കാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ് ഇന്ത്യ അടക്കമുള്ള എമർജിംഗ് മാർക്കറ്റുകളിലെ ബാങ്കിങ് കമ്പനികളെ സംബന്ധിച്ച്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ, ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ യൂറോപ്പും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ജപ്പാനിൽ ഇന്നലെയും റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് മോർണിംഗിലും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ലെവലിലാണ് ജാപ്പനീസ് മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിൽ ആദ്യമായിട്ടൊരു വനിതാ പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുകയാണ്. ഇന്നായിരുന്നു വിശ്വാസ വോട്ടെടുപ്പ്. 237 വോട്ട് നേടിക്കൊണ്ട് ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുകയാണ്. സനൈ തക്കാച്ചി എന്ന് പറയുന്ന 64 വയസ്സുള്ള ഈ വനിത. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ജപ്പാനിലത്തെ പുതിയ പ്രൈം മിനിസ്റ്റർ പ്രോ റിഫോം മെഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ജാപ്പനീസ് മാർക്കറ്റിലുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ജപ്പാനിൽ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജപ്പാനിൽ ആദ്യമായിട്ടൊരു വനിത ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് ചാർജ് എടുക്കുമെന്നുള്ള റിപ്പോർട്ട് കൂടിയുണ്ട്. അപ്പോൾ ഓവറോൾ ജപ്പാനിലത്തെ സിറ്റുവേഷൻ വളരെ പോസിറ്റീവാണ് ജാപ്പനീസ് മാർക്കറ്റുകളെ സംബന്ധിച്ച്. അതിനനുസരിച്ചുള്ളൊരു ഗെയിൻ തന്നെയാണ് ജാപ്പനീസ് കമ്പനികൾക്ക് ഇന്ന് മോർണിംഗിലും കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ, അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റുകൾ, കൊറിയൻ മാർക്കറ്റ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സാംസങ് അടക്കമുള്ള പല സ്റ്റോക്കുകളും ഇന്ന് വീണ്ടും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ചൈനീസ് മാർക്കറ്റും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പൊതുവെ മെറ്റൽ റെയർ എർത്ത് സ്റ്റോക്കുകൾ തന്നെയാണ് ചൈനയിൽ നിന്ന് മുന്നേറിയിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം US-ഉം ഓസ്ട്രേലിയയും തമ്മിൽ $8.5 ബില്യൺ റെയർ എർത്ത് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവാണ് റെയർ എർത്ത് കമ്പനികളെ സംബന്ധിച്ച്. ഇന്ന് മോർണിംഗിൽ റെയർ എർത്ത് സ്റ്റോക്കുകളെല്ലാം തന്നെ ഓസ്ട്രേലിയയിൽ അറൗണ്ട് 30% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്.
ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈനടുത്തൊക്കെ എത്തിയിരുന്നു. $4,376.1 പെർ ഔൺസ് വരെയൊക്കെ എത്തിയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ $4,330 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ഇന്ന് സിൽവർ മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $51.42 പെർ ഔൺസിനാണ്. ഈ രണ്ട് കമോഡിറ്റികളും സ്ലൈറ്റ്ലി വോളറ്റൈലാണ്. എന്നിരുന്നാലും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കമോഡിറ്റികളും ഒരുപക്ഷെ സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും ഒക്കെ കണ്ടേക്കാം. അതിനുശേഷം വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. മറ്റു കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ എല്ലാ കമോഡിറ്റികളും ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $60.9 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. $USD എഗൻസ്റ്റ് ആയിട്ട് 87.79 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ മാരത്തോൺ നെക്സ്റ്റ് ജെൻ റിയൽറ്റി ലിമിറ്റഡ് അഡാനി റിയൽറ്റി ലിമിറ്റഡ് ആയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. 3,400 കോടി രൂപയുടെ പ്രൊജക്റ്റിന് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് കുറേ നാളുകൾക്ക് ശേഷം ഇറാഖിൽ നിന്ന് വീണ്ടും ക്രൂഡ് ഓയിൽ വാങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് പൊതുവെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറച്ച് മറ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യ US ട്രേഡ് ഡിസ്കഷനിലൊക്കെ നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡിസ്കഷൻ വളരെ സക്സസ്ഫുള്ളായിട്ട് പര്യവസാനിക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കാം. അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷനാണ് USഉം ഇന്ത്യയും തമ്മിൽ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഡീഷണൽ താരിഫൊക്കെ ഒരു പക്ഷേ ട്രംപ് വിഡ്രോ ചെയ്തേക്കാം. പക്ഷേ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. മറിച്ച് വീണ്ടും വലിയ രീതിയിൽ ആൻറ്റി ഇന്ത്യ താരിഫ് ഇമ്പോസ് ചെയ്യും എന്ന തരത്തിലുള്ള ത്രെട്ടനിങ് ഒക്കെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും റിലയൻസിൻ്റെ ഈ സ്റ്റാൻഡ് വളരെ പോസിറ്റീവാണ് റിലയൻസിനെ സംബന്ധിച്ചും. അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിന് US ഇന്ത്യ ട്രേഡ് ഡിസ്കഷനിൽ സ്ലൈറ്റ് അപ്പർ ഹാൻഡ് നൽകാനുള്ള ഒരു ന്യൂസും കൂടി തന്നെയാണ്. യൂണിമെക് എയറോസ്പേസ് അവർ 2 മാനുഫാക്ചറിങ് പ്ലാന്റിൽ നിന്ന് ഇന്നലെ പ്രൊഡക്ഷൻ കമൻസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് യൂണിമെക് എയറോസ്പേസിനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ നമ്മൾ സൺഡേ മുതലുള്ള നമ്മുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ അടുത്ത മാസങ്ങളിലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മുന്നേറാൻ പോകുന്നത് ബാങ്കിങ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളായിരിക്കാം. കാരണം ഇതുവരെ പുറത്തു വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ നമ്മുടെ ബാങ്കുകളുടെ റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ വേഴ്സ്റ്റ് സീംസ് ഓവറാണ്. അതോടൊപ്പം തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മാർജിൻ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളുടെയും PSU ബാങ്കുകളുടെയും ഒക്കെ ബാലൻസ് ഷീറ്റും വളരെ സ്ട്രോങ് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്കുകളായിരുന്നു പ്രൈവറ്റ് ബാങ്കുകളെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നത്. പക്ഷേ ഈ വർഷം സമ്മാദ് 2082 ആരംഭിക്കുമ്പോൾ പ്രൈവറ്റ് ബാങ്കുകളും ആ റാലിയിൽ ജോയിൻ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതിനനുസരിച്ചുള്ള മൂവ് തന്നെയാണ് നമ്മൾ ഇന്നലെ ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഈ ബാങ്കുകളും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളും വളരെ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ എമിറേറ്റ്സ് NBD ബാങ്ക് മിഡിൽ ഈസ്റ്റിലത്തെ ബാങ്കാണ് ഇന്ത്യയിലെ RBL ബാങ്കിനെ ടേക്ക് ഓവർ നടത്തിയിരുന്നു. ഒപ്പം അതിനു മുമ്പ് സമ്മാൻ ക്യാപിറ്റലിനെ അബുദാബി ഗവൺമെൻറ് അണ്ടറിലുള്ള ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി ടേക്ക് ഓവർ ചെയ്തിരുന്നു. അപ്പോൾ ഈ 2 ടേക്ക് ഓവേഴ്സും സൂചിപ്പിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലും ഇന്ത്യയിലൊക്കെ വീണ്ടും ബാങ്കിങ് ടേക്ക് ഓവർ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. തീർച്ചയായിട്ടും ഇതും ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഓവറോൾ സമ്മാദ് 2082 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബാങ്ക് NBFC സ്റ്റോക്കുകളാണ് മാർക്കറ്റിൽ കൂടുതൽ ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഫൻസ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ, GRSC, ഒപ്പം മസഗൺ ഡോക്ക്, ഇത്തരത്തിലുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികൾ, റെയർ എർത്ത് മെറ്റൽ രംഗത്തുള്ള കമ്പനികൾ,
അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി വീണ്ടും വലിയ രീതിയിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും റിന്യൂവബിൾ എനർജി ഗ്രോ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ഗുഡ്സ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓവറോൾ 2082 സംവാദ് ഇയർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വളരെ വലിയ പുഷാണ് ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടാനായിട്ട് എടുത്തിരിക്കുന്നത്. GST റിഡക്ഷന് ശേഷം തെരാസിസിൻ്റെ ദിവസമുള്ള ഓട്ടോമൊബൈൽ അതുപോലെ തന്നെ വൈറ്റ് ഗുഡ് സെയിൽസൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ നല്ല ഡേയ്സാണ് ഈ കമ്പനികൾക്ക് എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് മറ്റ് പല സെക്ടേഴ്സിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദീപാവലിയോട് കൂടിയിട്ട് ഇന്ത്യൻ എക്കണോമി വീണ്ടും വലിയ രീതിയിൽ മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് 2082 സംവാദ് ഇയർ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നല്ല വെൽത്ത് ക്രിയേഷൻ ഇയറായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ ഈ വർഷം ഇതുവരെ നൽകിയിട്ടുള്ളത് 9 സ്റ്റോക്കുകളാണ് ദീപാവലി പിക്കുകളായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ പിക്ക് നമ്മൾ 15-ാം തീയതിയാണ് നൽകിയത്. ചന്ദൻ ഹെൽത്ത് കെയർ ആണ്. NSE SME സെഗ്മെൻറ്റിലുള്ളൊരു സ്റ്റോക്കാണ്. 800 മാർക്കറ്റിലോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത് NSE SME സെഗ്മെൻറ്റിൽ നിന്നുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. ശുഭ ഹോട്ടൽസ് ആണ്. 1200 ഇതിൻ്റെ മാർക്കറ്റിലോട്ട് വരുന്നത്. മൂന്നാമത്തെ പിക്ക് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം. നാലാമത്തെ പിക്ക് റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ള റൂബിക്കോൺ റിസർച്ച് ആണ്. അഞ്ചാമത്തെ പിക്ക് ഡാറ്റ പാറ്റേൺസ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നൽകിയിട്ടുള്ള സമ്മാൻ ക്യാപിറ്റലാണ് ഏഴാമത്തെ പിക്ക്. എട്ടാമത്തെ പിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നൽകിയിട്ടുള്ള RBL ബാങ്ക് ആണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നൽകിയിട്ടുള്ള ഇൻഡോ ഗൾഫ് ക്രോപ്പ് സയൻസസ് പുതുതായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഒപ്പം ഇന്നലെ നൽകിയിട്ടുള്ള ഗുഡ് ലക്ക് ഇന്ത്യ. ഇത് സ്റ്റീൽ സെക്ടർ റിലേറ്റഡ് കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനിക്ക് സബ്സിഡിയറികളുണ്ട്. എയറോസ്പേസ് രംഗത്തും ഡിഫൻസ് രംഗത്തുമാണ് ഗുഡ് ലക്ക് ഇന്ത്യ ലിമിറ്റഡിൻ്റെ സബ്സിഡിയറികൾ വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റീസെൻ്റായിട്ട് ബിഡിങ് വന്നിരുന്ന അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റുകൾക്കുള്ള ബിഡിങ്ങിലും ഗുഡ് ലക്ക് JV ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുഡ് ലക്ക് ഇന്ത്യനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ഡേയ്സ് തന്നെയാണ് ഹെഡുള്ളത്. അപ്പോൾ ഇങ്ങനെ 9 സ്റ്റോക്കുകളാണ് ഈ വർഷത്തെ ദീപാവലി പിക്കായിട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. 10ാമത്തെ പിക്ക് ഇന്ന് ദീപാവലി മുഹൂർത്ത വ്യാപാരം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ടെർമിനൽ കൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദീപാവലി ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ 2082 സംവാദ് ഇയർ നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദീപാവലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.